ഹരേ കൃഷ്ണ. ഇനിയും 19ാമത്തെ ശ്ലോകം നോക്കാം. ഏവം നിഗൂഢാത്മഗതി സ്വമായയാ ഗോപാത്മജത്വം ചരിതൈ വിഡംബയൻ രേമേ രമാലാളിതപാദപല്ലവോ ഗ്രാമ്യൈ സമം ഗ്രാമ്യവതീശ ചേഷ്ടിത. ഏവം ഇപ്രകാരം നിഗൂഢാത്മഗതി നിഗൂഢമായിട്ടുള്ള മറയ്ക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ആത്മഗതി ആത്മതത്വത്തോടു കൂടിയവനും സ്വമായയ തൻ്റെ തന്നെ മായ കൊണ്ടുള്ള ഗോപാത്മജത്വം ഗോപകുമാരൻ എന്ന ഒരു നിലയെ എന്നൊരു അവസ്ഥയെ ഭഗവാൻ ഇവിടെ ആരാണ്? നന്ദഗോപർ എന്ന നാട്ടുരാജാവിൻ്റെ പുത്രനാണ്, ഗോപാലനാണ്. അപ്പോൾ ആ ഗോപപുത്രൻ എന്നുള്ള ആ ഒരു അവസ്ഥയെ ചരിതൈർ വിഡംബയൻ, ചരിതൈ വിഡംബയൻ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ചരിതൈർ വിഡംബയൻ. ചരിതൈ എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട്, തൻ്റെ ചേഷ്ടിതങ്ങൾ കൊണ്ട് ഭഗവാൻ എങ്ങനെയാണോ അവരോട് നിന്നിരുന്നത്, എങ്ങനെയാണോ നിത്യവും ഭഗവാൻ അവിടെ തൻ്റെ ഓരോ കർമ്മവും ചെയ്തിരുന്നത്, അതുകൊണ്ട് തൻ്റെ ആ ശരിയായിട്ടുള്ള സ്വമായയ തൻ്റെ മായ കൊണ്ട് തന്നിലെ ആ ഒരു നിഗൂഢമായിട്ടുള്ള ആത്മതത്വത്തെ ഭഗവാൻ മറച്ചു വെച്ചുകൊണ്ടാണ് അവിടെ ജീവിച്ചത്. വിഡംബയൻ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അതിനെ അനുകരിക്കുക. അതായത് ഒരു ഗോപബാലൻ എപ്രകാരമാണോ ജീവിക്കുക, എന്തെല്ലാമാണോ കാണിക്കുക, അതേപോലെ തന്നെ അതിനെ അനുകരിച്ചുകൊണ്ട് ജീവിച്ചു ഭഗവാൻ. രേമേ രമാലാളിതപാദപല്ലവോ, രേമേ എന്ന് പറഞ്ഞാൽ രമിച്ചു ഭഗവാൻ. ഇങ്ങനെയുള്ള ആ തൻ്റെ ലീലകളും ഭഗവാൻ ആസ്വദിക്കുകയായിരുന്നു. രമാലാളിതപാദപല്ലവോ, രമാലാളിതം സാക്ഷാൽ രമയാൽ ലക്ഷ്മീദേവിയാൽ ലാളിക്കപ്പെട്ട ആ പാദപല്ലവത്തോടു കൂടിയവനും ഗ്രാമ്യൈ ഗ്രാമത്തിലുള്ള ആളുകൾ സമം എന്ന് പറഞ്ഞാൽ അവരോട് കൂടി ഗ്രാമ്യവതീശ ചേഷ്ടിത, ഗ്രാമ്യവത് ഈശ ചേഷ്ടിത. ഗ്രാമ്യവത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണനെ പോലെ, എങ്ങനെയാണോ ഒരു ഗ്രാമത്തിലുള്ള ഒരു സാധാരണ ഗോപബാലൻ ജീവിക്കുന്നത്, പെരുമാറുന്നത്, ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഭഗവാൻ കാണിക്കുന്ന എല്ലാ കുറുമ്പുകളും, എല്ലാ ചെയ്തികളും ഭഗവാന്റെ അങ്ങനെയാണ്. ഈശചേഷ്ടിത, ഈശ്വര വ്യാപാരത്തോട് കൂടിയവനുമായിട്ടാണ് ഭഗവാൻ, കൂടിയവനുമാണ്. അതായത് ലക്ഷ്മീദേവിയാൽ ലാളിക്കപ്പെടുന്ന, പരിലാളിക്കപ്പെടുന്ന പാദപല്ലവത്തോടു കൂടിയവനാണ് ഭഗവാൻ. അതേപോലെ തന്നെ ഈശ്വര വ്യാപാരത്തോട് കൂടിയവനാണ്. ഈ ജഗത്തിനെ മുഴുവനും തന്നെ സൃഷ്ടിക്കുകയും അവയെ പരിപാലിക്കുകയും നിലനിർത്തുകയും ഒടുവിൽ തന്നോട് ചേർക്കുകയും ചെയ്യുന്നവനായിട്ടുള്ള ഈശ്വരൻ. പക്ഷേ ഇവിടെ നന്ദഗോപരുടെ പുത്രനായി ഗോകുലത്തിലെത്തിയപ്പോൾ ഒരു സാധാരണ ഗോപബാലനെ പോലെ തൻ്റെ എല്ലാ കർമ്മങ്ങളും, നോക്കും, വാക്കും, വികൃതിയും എല്ലാം അതേപോലെ ഭഗവാൻ അനുകരിച്ചു. വെറുതെ അനുകരിക്കുകയായിരുന്നില്ല, ഭഗവാൻ അതിനെ ആസ്വദിക്കുകയായിരുന്നു, രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കൃഷ്ണനുണ്ണിയിലുള്ള ഈശ്വര തത്വത്തെ
അപ്രകാരം തന്നെ തൻ്റെ മായയാൽ മറച്ചു പിടിച്ചുകൊണ്ട് ഭഗവാൻ ഈ കുറുമ്പുകളൊക്കെ കാണിക്കുമ്പോൾ അവർക്കാർക്കും മനസ്സിലായതേയില്ല ഇത് ഭഗവാനാണെന്ന്. തങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട തങ്ങളുടെ കൂട്ടുകാരൻ കൃഷ്ണൻ എന്ന് മാത്രമേ അവർക്ക് തോന്നിയുള്ളൂ. അങ്ങനെയുള്ള ആ കൃഷ്ണനുണ്ണി നമുക്കറിയാം എന്തെല്ലാം വികൃതികളാണ് കാണിച്ചതല്ലേ. ഗോപസ്ത്രീകളുടെ അടുത്ത് പോയി വെണ്ണയും പാലും മോഷ്ടിക്കുന്നത് ഉൾപ്പെടെ. ഭഗവാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഭഗവാൻ എന്നതിനേക്കാളേറെ ഭഗവാൻ തൻ്റെ ആത്മതത്വത്തെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് വെറും ഒരു ഗോപബാലനായി അവിടെ ജീവിക്കുമ്പോൾ ഭഗവാൻ എന്താണ് ചെയ്യാൻ വയ്യാത്തത്? താനൊരു ഗോപബാലനല്ലേ, വികൃതികളൊക്കെ ആകാമല്ലോ തനിക്കും എന്നുള്ള ഭാവത്തിൽ, എന്നുള്ള ഒരു അനുകരണീയ ഭാവത്തിലാണ് ഭഗവാൻ അവിടെ ജീവിച്ചത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏവം നിഗൂഢാത്മഗതി സ്വമായയാ ഗോപാത്മജത്വം ചരിതൈർവിടംബയൻ രമേ രമാലാളിതപാദപല്ലവോ ഗ്രാമ്യൈ സമം ഗ്രാമ്യവതീശചേഷ്ടിത. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിഗൂഢാത്മഗതി, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ചരിതൈർവിടംബയൻ, അവിടെ വാ കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക അത്. പിന്നെ ഗ്രാമ്യൈ, അവിടെ വിസർഗമുണ്ട്. ഗ്രാമ്യവതീശ ചേഷ്ടിത, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കണം. പിന്നെ ഗ്രാമ്യവതീശ ചേഷ്ടിത, ഗ്രാമ്യവത ഈശാണ്, ദായുടെ ഈകാരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നീട്ടിയെടുക്കുകയും വേണം. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഭഗവാൻ അവിടെ ആ ഗോകുലത്തിൽ നടന്ന് കാണിച്ചതെല്ലാം തന്നെയും ഓരോ കാര്യവും വൃന്ദാവനത്തിൽ ഈ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് കുറേയേറെ നല്ല മനോഹരമായ ചിത്രങ്ങൾ വാക്കുകളിലൂടെ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു. അതിനുശേഷം പറഞ്ഞു ഭഗവാൻ തൻ്റെ ഈ കുറുമ്പുകളൊക്കെ കാണിക്കുമ്പോഴും തൻ്റെ ആ ആത്മതത്വത്തെ ഭഗവാൻ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. അതേസമയം തനിക്ക് വേണ്ടി ഈ ചെയ്യുന്ന ഗോപബാലന്മാരോടൊക്കെ ഭഗവാന്റെ പ്രീതി ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് ഭഗവത് പ്രസാദം കൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ സേവിക്കുവാൻ അവർക്കൊരവസരം കിട്ടിയത്. അതേസമയം കൃഷ്ണനുണ്ണിയാകട്ടെ തൻ്റെ യഥാർത്ഥ ഭാവത്തെ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് അവരിൽ ഒരാളായിട്ടാണ് ഭഗവാൻ അവിടെ കൃഷ്ണനുണ്ണി ജീവിച്ചത് എന്ന് തൻ്റെ ഓരോ കർമ്മത്തിലും ആ രീതിയിലുള്ളൊരു അനുകരണ ഭാവമാണ്, അനുകരിച്ചത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് പറയുകയാണ് 20ാമത്തെ ശ്ലോകം. ശ്രീദാമാ നാമ ഗോപാലോ രാമകേശവയോ സഖാ സുബലസ്തോക കൃഷ്ണാദ്യ ഗോപ പ്രേംനേദമബ്രുവൻ. ശ്രീദാമ നാമ, ശ്രീദാമ എന്ന് പേരുള്ളതായിട്ടുള്ള ഗോപാലോ, ഒരു ഗോപാലൻ, ഭഗവാന്റെ കൂട്ടുകാരുടെ കാര്യമാണ് ഇനിയും പറയുന്നത്. കൂട്ടുകാരെന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതിലിനി കൂട്ടുകാരുടെ അല്പം കാര്യവും കൂടി ഇവിടെ നിന്ന് വിസ്തരിച്ച് പറയുകയാണ്. ശ്രീദാമ എന്ന് പേരുള്ളതായിട്ടുള്ള ഒരു ഗോപബാലൻ രാമകേശവയോ, ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും സഖ. ഇവിടെ സഖ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നതിനേക്കാളേറെ അവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. എന്നും ഇവരോടൊപ്പം കാലിയെ മേയ്ക്കാൻ പോകുന്നവരും ഒക്കെ ആയിട്ട് ധാരാളം കൂട്ടുകാരുണ്ട്. പക്ഷേ ശ്രീദാമായിക്ക് പ്രത്യേകതയുണ്ട്. എന്താ? രാമനും കൃഷ്ണനും ഒരുപോലെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ്. അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊന്നാമത് ശ്രീദാമ ആണ്. അങ്ങനെയുള്ളൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. കഴിഞ്ഞില്ല, സുബലസ്തോക കൃഷ്ണാദ്യ, സുബലൻ, സ്തോകകൃഷ്ണൻ എന്നിങ്ങനെയുള്ള പേരുള്ളതുമായിട്ടുള്ള വേറെയും 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഇവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് ഗോപന്മാരും, അതായത് 2 ഗോപബാലന്മാരും
പ്രേംന പ്രേമത്തോടുകൂടി പ്രേംനേതം അബ്രവീത് എന്നാണ് പറഞ്ഞത്. അബ്രുവൻ, ക്ഷമിക്കണം, പ്രേംനേതം അബ്രുവൻ. അപ്പോൾ പ്രേംന ഇതം അബ്രുവനാണ്. പ്രേംനേതം അബ്രുവൻ. പ്രേംന എന്ന് പറഞ്ഞാൽ പ്രേമത്തോടു കൂടി, ഇതം ഇപ്രകാരം, അബ്രുവൻ പറഞ്ഞു. അപ്പോൾ ഇനി അവരെന്താണ് പറയുന്നതെന്ന് നമുക്കിപ്പോൾ അടുത്ത ശ്ലോകത്തിൽ കാണാം. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണിച്ചു തന്നു കൃഷ്ണൻ്റെയും രാമൻ്റെയും ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരാരൊക്കെയാണ് എന്ന്. ഒന്നാമത് ശ്രീദാമ, വലിയ ഇഷ്ടമാണ് ചേട്ടനും അനിയനും. രണ്ടുപേർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഈ ഗോപബാലന്മാർ, ഇവർ 3 പേരുടെയും പേര് എടുത്തു പറഞ്ഞു. തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു ഈ കൂട്ടുകാരൊക്കെ കൃഷ്ണസേവ ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർക്കൊക്കെ ഭഗവത് പ്രസാദം കൊണ്ട് ഭഗവാന്റെ പ്രീതി ഉണ്ടാകുന്നുണ്ട് എന്നും പറഞ്ഞു. പക്ഷെ ഇനിയും ഈ ഒരു ശ്ലോകം എത്തിയപ്പോൾ ഒന്നുകൂടി ഇഷ്ടമുള്ളത്, കൃഷ്ണനുണ്ണിക്കും രാമനുണ്ണിക്കും ഒന്നുകൂടി ഇഷ്ടമുള്ള 3 കൂട്ടുകാരുടെ പേര് പറഞ്ഞു. ശ്രീദാമ, സുബലൻ, സ്തോകകൃഷ്ണൻ. അവരൊക്കെ ഒരു ദിവസം കൃഷ്ണൻ്റെയും രാമൻ്റെയും അടുത്ത് വന്നു. എന്നിട്ട് വളരെ പ്രേമത്തോടു കൂടി, കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ഇവരെ തന്നെയാണ്, ഈ ഏട്ടനെ അനിയനെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു. അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. അപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രീദാമ നാമ ഗോപാലോ രാമകേശവയോ സഖ സുബലസ്തോക കൃഷ്ണാദ്യ ഗോപ പ്രേംനേതമബ്രുവൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രാമകേശവയോ, അവിടെ ഒകാരം നീട്ടിയെടുക്കണം, വിസർഗമുണ്ട്, പകുതി ഹകാരത്തിലും വായിക്കണം. അതുപോലെ പ്രേംനേതമബ്രുവൻ, അവിടെ പ്രേംനേതം അബ്രുവനാണ് മായുടെ ആകാരം, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 21-ാമത്തെ ശ്ലോകമാണ്. രാമ രാമ മഹാബാഹോ കൃഷ്ണ ദുഷ്ടനിബർഹണ ഇതോ വിദൂരേ സുമഹദ്വനം താലാളി സങ്കുലം. രാമ രാമ മഹാബാഹോ, അല്ലയോ രാമ രാമ, മഹാബാഹോ, വലിയ കൈകളോട് കൂടിയ അല്ലയോ രാമ. ഇവിടെ വലിയ കൈയുള്ളത് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ പറയില്ലേ കയ്യൂക്കുള്ളത്, അതായത് വളരെ ബലിഷ്ഠങ്ങളായ കൈകളുള്ളത്. ആരെ വേണമെങ്കിലും ഇടിച്ചു വീഴ്ത്താൻ ഈ രാമന് കഴിയും. അപ്പോൾ അതുകൊണ്ട് വന്ന് പറഞ്ഞു, അല്ലയോ രാമ രാമ, മഹാബാഹോ കൃഷ്ണ ദുഷ്ടനിബർഹണ. കൃഷ്ണ, അല്ലയോ കൃഷ്ണ, കൃഷ്ണന് കൊടുത്ത വിശേഷണം എന്താ? ദുഷ്ടനിബർഹണ, ദുഷ്ടന്മാരെ അടക്കുന്നതായിട്ടുള്ള അല്ലയോ കൃഷ്ണ. ഇതോ വിദൂരെ സുമഹത് വനം താലാളി സങ്കുലം. ഇതോ വിദൂരെ, ഇതഹ ഇവിടെ നിന്ന്, അവിദൂരെ വിദൂരത്തിലല്ലാതെ, സമീപത്തായിട്ട് ഇവിടെ അടുത്തായിട്ട് തന്നെ, വനം താലാളി സങ്കുലം. താലാളി സങ്കുലം എന്ന് പറഞ്ഞാൽ പനങ്കൂട്ടങ്ങൾ നിറഞ്ഞതായിട്ടുള്ള, താലവൃക്ഷങ്ങൾ നിറഞ്ഞതായിട്ടുള്ള വനം, ഒരു വനമുണ്ട്, ഒരു കാടുണ്ട്. സുമഹത് എന്നാ പറഞ്ഞത്, അതായത് ഏറ്റവും വലുതായിട്ടുള്ളൊരു കാടാണ്, ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാടാ കേട്ടോ കൃഷ്ണ. രാമ അറിയോ, ഇവിടെ വലിയ പനക്കൂട്ടങ്ങൾ നിറഞ്ഞതായിട്ടുള്ള, കരിമ്പനക്കൂട്ടങ്ങൾ നിറഞ്ഞ വലിയൊരു വനമുണ്ട്. അത് ഇവിടെ നിന്നും അധികം ദൂരത്തിലൊന്നുമല്ല, അതായത് ഇവിടെ അടുത്താണ്. അറിയുവോ നിങ്ങൾക്ക് കൃഷ്ണ രാമ, അറിയുവോ?
ഈ വൃന്ദാവനത്തിന് അടുത്താണ് ആ കാട് വരുന്നത്. അതിൻ്റെ പേര് താലവനം എന്നാണ്. ധാരാളം താലവൃക്ഷങ്ങളുള്ള താലവനം എന്ന് പേരുള്ളതായിട്ടുള്ളൊരു കാടുണ്ട് കൃഷ്ണ രാമ. ഇവിടെ ആ വിശേഷണം മുൻകൂട്ടി കൊടുക്കാൻ കാരണം രാമന് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. നല്ല ബലമുള്ള ആളാണ്, ബലരാമനാണ്. കൃഷ്ണനാകട്ടെ ദുഷ്ടരെ അടക്കുന്നവനുമാണ്, ഇല്ലാതെയാക്കുന്നവനുമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്നത് നേടാമെന്നൊരു ധാരണ കുട്ടികൾക്കുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വിശേഷണം കൊടുക്കുന്നതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. അത് വരും ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ് മുൻകൂട്ടി ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വനമുണ്ട് എന്ന് പറഞ്ഞത് എന്ന് നമുക്കപ്പോൾ കാണാം. നമുക്കിപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടി നോക്കാം. രാമ രാമ മഹാബാഹോ കൃഷ്ണ ദുഷ്ടനിബർഹണ ഇതോ വിദൂരേ സുമഹദ്വനം താലാളി സങ്കുലം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഇതോ വിദൂരേ, അവിടെ ഓകാരം നീട്ടിയെടുക്കുക, വിശ്ലേഷണമുണ്ട്. അതുപോലെ സുമഹദ്വനം, അത് ദ്വ എന്നുള്ള അക്ഷരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബാക്കി എളുപ്പമുള്ള വാക്കുകളാണ് ആ ഒരു ശ്ലോകത്തിൽ. ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.